ഹലോ, എല്ലാവർക്കും നമസ്കാരം. മല്ലു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ചെറിയ രസം വയ്ക്കാൻ പോവാണ് കേട്ടോ. അതിന് ഒത്തിരി ഐറ്റമൊന്നുമില്ല. മൂന്നാല് കുരുമുളക്, ഒരു നുള്ള് ജീരകം, പിന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളി, 3 പച്ചമുളക്. ഇതെല്ലാം കൂടെ നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുക്കും. പിന്നെ ഒരു ചെറിയ തക്കാളി, പിന്നെ രസപ്പൊടി, കായം, പുളിവെള്ളം, ഇത്രയേ ഉള്ളൂ. പിന്നെ കറിവേപ്പില, ഇത്രയും ചേർത്താണ് നമ്മൾ രസം ഉണ്ടാക്കുന്നത്. കടുകും പൊട്ടിച്ച് അപ്പം നമുക്കത് റെഡിയാക്കാം. അതെ, നമ്മുടെ പച്ചമുളകും വെളുത്തുള്ളിയും കുരുമുളകും ജീരകവും നമ്മളിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് അത് റെഡിയാക്കാം. ചീനച്ചട്ടി അടുപ്പിൽ വെച്ചു, ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് നമുക്ക് ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിക്കാം. ഇതിലേക്ക് കടുക് ഇടാം. അത് വേറൊന്നും ചേർക്കുന്നില്ല, കടുക് ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്നത് ഇത് ഇട്ട് വഴറ്റണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തക്കാളി ഇടണം. തക്കാളി വെച്ചിട്ട് വേണം നമുക്ക് രസപ്പൊടി ഇടാനായിട്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പുളിവെള്ളം ചേർക്കുന്നത്. പുളിവെള്ളം ചേർത്ത് വഴറ്റി കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് ഇച്ചിരി നമ്മൾ രസപ്പൊടി ചേർക്കുന്നുണ്ട്. കായപ്പൊടി നമ്മൾ ചേർക്കുന്നുണ്ട്. കടുക് കൂടെ പൊട്ടി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച് ഇടാം. നമുക്ക് ഇളക്കി കൊടുക്കാം. ഒരു പച്ചമണം മാറി കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ഇതിലേക്ക് തക്കാളി ഇടാം. തക്കാളി ഇടുന്നതിന് മുമ്പ് നമുക്ക് രസപ്പൊടി ചേർക്കാം. ഇതിലേക്ക് നമുക്ക് രസപ്പൊടി ചേർക്കാം. രസപ്പൊടി ചേർക്കാം. ഇളക്കി നമുക്കിതിലേക്ക് ഇച്ചിരി കായപ്പൊടിയാണ് ചേർക്കേണ്ടത്. ഇച്ചിരി കായപ്പൊടി ചേർത്തിട്ടുണ്ട്. നമുക്ക് തക്കാളി ചേർക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ രസം. നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർക്കാം. തക്കാളി ഒന്ന് വഴഞ്ഞ് വന്നോട്ടെ. അപ്പോൾ നമ്മൾ അതിനകത്തോട്ട് പുളിവെള്ളം ചേർത്ത് ഇതിനകത്ത് വേറെ വെള്ളമൊന്നും നമ്മൾ ചേർക്കുന്നില്ല. ആ പുളിവെള്ളം മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതിനാവശ്യമുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് ഇത് നല്ലതായിട്ട് തിളപ്പിക്കാം. സിമ്പിളായിട്ടുള്ള ഒരു രസമാണ്. എല്ലാവരും ചെയ്തു നോക്കണം. ചെയ്തു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. എൻ്റെ ചാനൽ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക. അടുത്ത വീഡിയോയുമായിട്ട് വരുന്നിടം വരേക്കും നിങ്ങളുടെ സ്വന്തം സജു. നല്ലതായിട്ട് ഇന്ന് തിളയ്ക്കണം കേട്ടോ. എന്നിട്ട് ഉപ്പിടാം. നമുക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതിനി നല്ലതായിട്ടൊന്ന് തിളയ്ക്കണം. നല്ലതായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് കറിവേപ്പില ഇടുന്നത്. അപ്പോൾ എല്ലാവരും ചെയ്തു നമ്മുടെ രസം ഇവിടെ സിമ്പിളായിട്ടുള്ള ഒരു രസം ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ചെയ്തു നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.